പതിയെ ഡോറടച്ച് ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. കയ്യിലിരുന്ന ഗ്ലാസ് ജഗ് അവൾ ടേബിളിൽ വെച്ചു. കട്ടിൽ മുഴുവനും റോസ് പെറ്റൽസ് വിതറിയിരുന്നു. അവൾ കട്ടിലിൻ്റെ ഒരു സൈഡിൽ പതിയെ ഇരുന്നു. മിക്കവാറും ഇച്ചായനിത് ഇഷ്ടമാവില്ല. ഒരു കാര്യം ചെയ്യാം, ഇച്ചായൻ വരുന്നതിന് മുൻപ് ഇതെല്ലാം മാറ്റിയാലോ? പക്ഷേ അച്ചായനും ജെയ്മിയും കഷ്ടപ്പെട്ട് ഒരുക്കിയതല്ലേ, എന്താ ഇപ്പൊ ചെയ്യാ? തേയ അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു റൂമിൻ്റെ ഡോർ തുറന്ന് ജിമിൻ അകത്തേക്ക് വന്നത്. ഡോർ ലോക്ക് ചെയ്ത് ഒരു നിമിഷം ജിമിൻ ബെഡിലിരിക്കുന്ന തേയെ നോക്കി. ഇതൊക്കെ എപ്പോ? അത് ജെയ്മി അച്ചായനും കൂടി ചേർന്ന് ചെയ്തതാ. തേയ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഏയ്, താൻ എഴുന്നേൽക്കണ്ട, ഇരുന്നോ. ജിമിൻ അതും പറഞ്ഞ് ബെഡിൻ്റെ മറ്റേ വശത്തേക്ക് നടന്നു. എന്നിട്ട് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഇത്രയും ആർഭാടമായി വെഡിങ് എല്ലാവരും കൂടി നടത്തുമെന്ന് കരുതിയില്ല. എന്തൊക്കെ പറഞ്ഞാലും സെക്കൻഡ് മാരേജ് അല്ലേ. അയ്യോ ഇച്ചായ, അങ്ങനൊന്നും ചിന്തിക്കാതെ. ഇതിപ്പോ നമുക്കറിയില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. ശരിയാ. ഞാൻ പണ്ട് കരുതിയിരുന്നത് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതെല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെയാണെന്നാണ്. പിന്നെ കാലം അത് തെറ്റായിരുന്നെന്ന് തെളിയിച്ചു. എന്ത് ചെയ്യാനേ ചായ, ചില കാര്യങ്ങൾ അങ്ങനെയാ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കാതെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ശരിയാ, ഇത്രയും കാലം ഞാൻ എന്നെ തന്നെ പറ്റിക്കുകയായിരുന്നു സംഭവിച്ചതിനെല്ലാം. പക്ഷേ ഞാൻ ഒരിക്കലും ഇതാരോടും തുറന്നു പറഞ്ഞിട്ടില്ല. ഇനിയൊന്നും മനസ്സിൽ ഒളിപ്പിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഇനി കേൾക്കാൻ ഞാനുണ്ടല്ലോ. ജിമിൻ തേയയുടെ വാക്കുകൾ കേട്ട് അവളെ നോക്കി. തേയ, ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ? കുറെ കാലമായി ഞാൻ ഈ ചോദ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നു. എന്തിനു വേണ്ടിയാണ് എൻ്റെ മകനെ നീ ഇത്രയും സ്നേഹിക്കുന്നത്? ആരുമല്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടി എന്തിന് സ്വന്തം ജീവിതം ത്യാഗം ചെയ്തു? എൻ്റെ രണ്ടാം വിവാഹമാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ നീ എന്നെ വിവാഹം ചെയ്തത്? ജിമിൻ്റെ ചോദ്യം കേട്ട് തേയ ഒന്ന് ചിരിച്ചു. അത് പിന്നെ സത്യം പറയാണെങ്കിൽ എനിക്കറിയില്ല. ആദ്യമായി ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ എന്തോന്ന് എന്നെ ഇവിടേക്ക് ആകർഷിച്ചു. എന്താണെന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ മമ്മിയുടെയും ഡാഡിയുടെയും സ്നേഹമായിരിക്കാം. എന്നിരുന്നാലും ആദ്യമായി ഞാൻ ചെറിയെ കണ്ടപ്പോ, അവനെ കയ്യിലെടുത്തപ്പോ, അവൻ എന്നെ നോക്കി കരച്ചു നിർത്തി ചിരിച്ചപ്പോ, അവന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ആ നിമിഷം എനിക്ക് ആ തീരുമാനമെടുക്കാൻ തോന്നി. ഇവനെ ഞാൻ വളർത്തു, എൻ്റെ മകനെ. ഞാനുള്ളപ്പോ ഒരു കാരണവശാലും അമ്മയുടെ സ്നേഹം അനുഭവിക്കാതെ വളരാൻ ഞാൻ അവനെ അനുവദിക്കില്ല എന്ന്. തേയ നിറ കണ്ണുകളോടെ ജിമിനെ നോക്കി പറഞ്ഞു. ജെറി എൻ്റെ വയറ്റിൽ ജനിച്ചില്ല എന്നേ ഉള്ളൂ. അവൻ എൻ്റെ മോൻ തന്നെയാ, എൻ്റെ സ്വന്തം മോൻ. അവൻ ആദ്യം മമ്മി എന്ന് വിളിച്ചത് എന്നെയാ. ഈ ലോകത്ത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവന്റെ അമ്മ എന്ന അംഗീകാരമാണ്. എൻ്റെ ജീവനാണ് ജെറി. ഇച്ചായനറിയോ, എൻ്റെ കുഞ്ഞിന് ഒരു പനി വന്ന ഞാൻ ലീവ് എടുത്ത് വരും അവനെ നോക്കാൻ. ഇവിടെ നിന്ന് പോയാലും ഉറക്കം വരില്ല എനിക്ക്. മമ്മിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തും അവനെങ്ങനെ ഉണ്ടെന്നറിയാൻ. അവന്റെ മനസ്സൊന്നും എന്താ വേദനിക്കുന്നത് എനിക്കാ. അങ്ങനെ ജെറിയില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എനിക്ക്. വീട്ടിൽ പോലും പോകാതെ ഇവിടെ നിൽക്കുന്നത് അവന്റെ വളർച്ചയുടെ ഏതെങ്കിലും ഭാഗം എനിക്ക് മിസ്സാവുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ജിമിൻ തേയയുടെ വാക്കുകൾ കേട്ട് അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. മമ്മി പറഞ്ഞത് സത്യമാണ്. തേയയ്ക്ക് ജെറിയില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അത്രമാത്രം അവൾ അവനെ സ്നേഹിക്കുന്നു. പിന്നെ ഇച്ചായൻ ചോദിച്ചല്ലോ, ഞാൻ എന്തിനാ ഇച്ചായനെ കല്യാണം കഴിച്ചതെന്ന്. അതിനൊരു കാരണം ജെറി തന്നെയാണ്. അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇച്ചായനെ വിവാഹം കഴിച്ചാൽ പിന്നെ എല്ലാവർക്കും മുൻപിലും എനിക്ക് അധികാരത്തോടെ പറയാലോ ഞാൻ അവന്റെ അമ്മയാണെന്ന്.
തേയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൾ ചെറിയ നാണത്തോടെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു ദിവസം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയം, എനിക്കന്ന് 5-6 വയസ്സുണ്ടാവും. ഞാൻ വെറുതെ എൻ്റെ ഡാഡിയോട് ചോദിച്ചു എൻ്റെ കല്യാണം എപ്പോഴാണെന്ന്. അന്നത്തെ കാലത്ത് നമ്മളോട് പറയുന്നതെല്ലാം നമ്മൾ അതുപോലെ വിശ്വസിക്കുമല്ലോ. അന്ന് ഡാഡി എന്നോട് പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാൻ ദൂരെ നിന്നും ഒരു ചെറുക്കൻ വരും, അതുകൊണ്ട് മോള് വേറെ ആരെയും കല്യാണം കഴിക്കരുതെന്ന്. ഞാനതും വിശ്വസിച്ച് ഒരു 10-12 കൊല്ലം ജീവിച്ചു. ഒരു പ്രപ്പോസൽ പോലും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കൊരു 18-19 വയസ്സായപ്പോൾ ഞാൻ ഡാഡിയോട് ചോദിച്ചു എപ്പോഴാണ് എൻ്റെ ചെക്കൻ എന്നെ കെട്ടാൻ വരുതെന്ന്. അന്ന് ഡാഡി എന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു. ഒരു ചെറിയ ബബ്ലി ചെക്കൻ, കണ്ണാടിയൊക്കെ വെച്ച് കോളേജ് ബാഗ് ഒക്കെ പിടിച്ചു നിൽക്കുന്നു. ഈ ചെറുക്കനാണ് നിന്നെ കെട്ടാൻ വരുന്നതെന്ന് പറഞ്ഞു. ഡാഡി ഈ ചെറുക്കൻ്റെ അച്ഛന് വാക്കു കൊടുത്തിട്ടുണ്ടത്രേ എന്നെ ഈ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാമെന്ന്. ജിമിൻ അപ്പോൾ ഒന്ന് ഞെട്ടി തേയെ നോക്കി. അപ്പോ തേയുടെ വിവാഹം മറ്റൊരാളുമായി പണ്ടേ ഉറപ്പിച്ചു വെച്ചതാണോ? ഞാനന്ന് ആ ചെറുക്കനെ മനസ്സിൽ വെച്ച് നടക്കാൻ തുടങ്ങി. പക്ഷേ അന്നത് പ്രേമം പ്രണയം അതൊന്നും മാറിയിട്ടില്ല. ഒരു ചെറിയ ക്രഷ, ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ ഒരാൾ. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ PhD കഴിയാറായപ്പോ ഒരു വാർത്ത കേട്ടു, ഞാൻ കാത്തിരിക്കുന്ന ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞെന്ന്. അത് പറയുമ്പോൾ തേയുടെ ശബ്ദമൊന്ന് ഇടറി. അത് ജിമിൻ ശ്രദ്ധിച്ചു. പിന്നെ കുറെ കാലം ഞാൻ എൻ്റെ മനസ്സിലെ വികാരങ്ങളെല്ലാം ഒതുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ ഡാഡിയോട് പറഞ്ഞു എനിക്ക് സിയോളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സെലക്ഷൻ കിട്ടിയെന്ന്. അത് കേട്ടപ്പോൾ ഡാഡിക്ക് അത്ഭുതമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ഇന്ത്യ ചൂസ് ചെയ്തില്ല എന്ന് അടുത്ത ചോദ്യം ഉയർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറെ കാലമായി ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണിവിടം. ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ പോവാണെന്ന്. അങ്ങനെ ഇവിടേക്ക് വരാൻ എല്ലാം റെഡി ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഡാഡി എന്നോട് പറഞ്ഞു ആ ചെറുക്കൻ ഡൈവോഴ്സ് ആയെന്ന്. ഞാൻ ഷോക്കായിപ്പോയി. കാരണം അന്ന് ആ വിവാഹ വാർത്ത അറിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ അയാളെ പറ്റി അന്വേഷിച്ചില്ല. തീരെ പ്രതീക്ഷിക്കാതെ ഡൈവോഴ്സ് ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് അയാളോട് സഹതാപം തോന്നി. ആ ഷോക്കിലിരിക്കുമ്പോഴാണ് അടുത്ത ന്യൂസ് ഡാഡി പറയുന്നത് അയാൾക്കൊരു കുഞ്ഞുണ്ടായിന്ന്. പുറത്ത് ഒരു വലിയ ഇടിമുഴക്കം കേട്ടു. അതിലും വലിയൊരു ഇടിമുഴക്കമായിരുന്നു ജിമിൻ്റെ മനസ്സിൽ മുഴങ്ങിയത്. അപ്പോ തേ കാത്തിരുന്നത് എന്നെയായിരുന്നു. തേയ പതിയെ ജിമിനെ നോക്കി. ജിമിൻ അവളുടെ മുഖത്ത് ഒരു ഞെട്ടലോടെ നോക്കിയിരിക്കുകയായിരുന്നു. തേയുടെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ അവളുടെ കവിളിലേക്ക് വീണു. അതേ ചായ, ഞാൻ കുഞ്ഞുനാള് മുതൽ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന, ഞാൻ കാത്തിരുന്ന വ്യക്തി അത് ഇച്ചായനായിരുന്നു. പക്ഷേ ഇച്ചായനോടുള്ള ഇഷ്ടം ഇനി വളർന്നു വന്നത് ഇവിടെ വന്നതിന് ശേഷം. ഇച്ചായന്റെ ജീവിതവും അനുഭവങ്ങളും സ്വഭാവവും ഇഷ്ടങ്ങളും എല്ലാം ഞാൻ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയത്. ജെറിയുടെയും മമ്മിയുടെയും ഡാഡിയുടെയും ജെയ്മിയുടെയും ജീനി ചേച്ചിയുടെയും ജൂൺ ചേട്ടായുടെയും വാക്കുകളിൽ നിന്നും ഞാൻ ഇച്ചായനെ മനസ്സിലാക്കി. ആദ്യം എനിക്ക് നിങ്ങളോട് ബഹുമാനമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ ഇത്രയും പ്രാധാന്യത്തോടെ സ്നേഹിച്ച അച്ഛൻ. പിന്നെ എപ്പോഴും അത് പ്രണയമായി മാറി. തേജിമിനെ ഒരു വട്ടം കൂടി നോക്കി പറഞ്ഞു, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇച്ചായനെ, ഒത്തിരി ഇഷ്ടമാണ്. ഐ ലവ് യു ചായ, ഐ ലവ് യു സോ മച്ച്. ജിമിൻ പെട്ടെന്ന് തന്നെ തേയുടെ മുഖത്തു നിന്നും കണ്ണു മാറ്റി എങ്ങോട്ടോ നോക്കി. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു.
ഇതേ സമയം തേയയുടെ കരച്ചിൽ അവന് കേൾക്കാമായിരുന്നു. തേയ, എനിക്കറിയില്ലായിരുന്നു ഒന്നും. ഡാഡി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ആദ്യമായി സിയയുടെ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഡാഡി എന്നോട് ഒന്നും കൂടി ആലോചിക്കാൻ പറഞ്ഞു. ഒരു പക്ഷേ തൻ്റെ കാര്യം ഡാഡിയുടെ മനസ്സിൽ കിടന്നുകൊണ്ടാവും. ഐ ആം സോറി, ഐ ആം റിയലി സോറി തേയ. ജിമിൻ കരച്ചിലിന്റെ ഇടയിൽ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്കറിയില്ല എന്ത് മറുപടിയാണ് തനിക്ക് തരേണ്ടതെന്ന്. സിയയുടെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. എന്നാ അവൾ പണത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. എനിക്കറിയാം തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ സങ്കടം. അത് ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും പ്രണയിക്കാൻ ഭയം. എനിക്ക് പേടിയാണ് ഒരിക്കൽ കൂടി എന്റെ മനസ്സ് തകർന്നു പോകുമോ എന്നോർത്ത്. ഇതും പറഞ്ഞ് ജിമിൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്ന് തേയ ജിമിന്റെ അടുത്തേക്ക് ഓടി വന്നു. ഇച്ചായ, ഹേയ് കരയാതെ, സാരമില്ല. ഞാൻ ഒരിക്കലും ഇച്ചാന്റെ സ്നേഹം തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഞാനിപ്പോ എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തിൽ സന്തുഷ്ടിയാണ്. ഞാൻ ഇച്ചായന്റെ ഭാര്യയായില്ലേ, ജെറിയുടെ അമ്മയായില്ലേ. എനിക്കത് മതി, അത് മാത്രം മതി. വേറൊന്നും വേണ്ട. ഇച്ചായനെ വെറുക്കാതിരുന്നാ മതി, അവോയ്ഡ് ചെയ്യാതിരുന്നാ മതി. ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഇച്ചായനോട് ദേഷ്യപ്പെടുമ്പോ എന്ന ഭയം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നോട് ഒന്നും തോന്നല്ലേ, എന്നെ ജെറിയിൽ നിന്ന് അകറ്റല്ലേ. ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം, പ്ലീസ്. തേയ കരഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ജിമിൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല തേയ, ഒരിക്കലും ഞാൻ നിന്നെ വെറുക്കില്ല. വേറെ ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും നീയാണ് എൻ്റെ മോന്റെ അമ്മയെന്ന്. കാരണം ആ അധികാരത്തിന് യോഗ്യ ആയ മറ്റൊരാളില്ല. എനിക്കറിയാം നീ എന്തുമാത്രം എൻ്റെ മോനെ നോക്കി വളർത്തിയെന്ന്. ഒരിക്കലും ആരും നിന്നും ജെറിയെ അമ്മ എന്ന അധികാരം എടുത്തു മാറ്റിയില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. തേയ നിറ കണ്ണുകളോടെ ജിമിന്റെ മുഖത്തേക്ക് നോക്കി. ജിമിൻ തേയയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ജിമിൻ പതിയെ അവന്റെ കൈകൾ കൊണ്ട് തേയയുടെ മുഖം പിടിച്ചു അവളുടെ കവിളിൽ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ജീവിതത്തിൽ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച പെണ്ണിനെ ദൈവം കുറച്ച് വൈകിയാണെങ്കിലും നിന്റെ രൂപത്തിൽ എൻ്റെ മുൻപിൽ എത്തിച്ചു. നീ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും എന്ത് സൗന്ദര്യമാണെന്ന് അറിയാമോ? നീ ഒരിക്കലും ഞാൻ നിന്നെയും സിയയും വെച്ച് കമ്പയർ ചെയ്യുകയാണെന്ന് കരുതരുത്. സിയ ഞാൻ വിചാരിച്ച പോലെ ഒരു പെൺകുട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ അവളെ വിശ്വസിച്ചതും സ്നേഹിച്ചതുമെല്ലാം. പക്ഷേ പിന്നീട് എനിക്ക് ഒരിക്കലും വേറൊരു പെണ്ണോടും ഒരിഷ്ടം തോന്നിയിട്ടില്ല. അത്രമാത്രം സിയ എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചു. പക്ഷെ നിന്നെ കണ്ടപ്പോ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ ഞാൻ മൂടി വെച്ച പല വികാരങ്ങളും പുറത്തു വന്നതുപോലെ തോന്നി. ജിമിന്റെ വാക്കുകൾ തേയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൾ പതിയെ കരച്ചിൽ നിർത്തി അവനെ നോക്കി നിന്നു. ഒരുപക്ഷെ നിന്നെ പറ്റി എല്ലാവരുടെയും വാക്കുകളിൽ നിന്നും കേട്ടതുകൊണ്ടാകാം നിന്നോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസം ഞാനത് നേരിക്കണ്ട് ഉറപ്പുവരുത്തിയതാണ്. ഡാഡി ഒരു രണ്ടാം വിവാഹത്തിന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് നിന്റെ മുഖമാണ്. നീ എനിക്ക് കുറച്ച് സമയം കൂടി താ. എൻ്റെ ഈ ഫീലിങ്സ് അതിന് ഒരു ഉറപ്പ് വരുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കണം. എന്നാണോ ഞാൻ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ തുടങ്ങുന്നത് അന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കും, എൻ്റെ ഭാര്യയായിട്ട്, എൻ്റെ മാത്രമായിട്ട്. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ജിമിന്റെ വാക്കുകൾ തേയ്ക്ക് വലിയ ആശ്വാസം നൽകി. അവൾ പെട്ടെന്ന് ജിമിനെ കെട്ടിപ്പിടിച്ചു. അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ജിമിനും തേയെ കെട്ടിപ്പിടിച്ചു നിന്നു. രണ്ടുപേരും
അവരുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു. തണുത്തതുപോലെ അവർക്ക് തോന്നി. പുറത്ത് ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരുന്നു. എത്ര സമയം കടന്നുപോയി എന്നവർക്കറിയില്ല. ജിമിൻ പതിയെ തേയെ പിടിച്ചു നീക്കി നിർത്തി. നമുക്കെന്തായാലും പതിയെ പതിയെ തുടങ്ങാം. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളൂ. ആദ്യം തന്നെ ഫുൾ സെന്റിയായി പോട്ടെ. ഇന്ന് മുഴുവനും നമ്മൾ ബിസി ആയിരുന്നില്ലേ? നമുക്കെന്നാ കിടന്നാലോ? ആയിക്കോട്ടെ, സമയം ഒരുപാട് വൈകി. നമുക്കിനി ഈ ജീവിതം മുഴുവനും കിടക്കല്ലേ സംസാരിക്കാൻ. എന്തായാലും കിടക്കാം. തേയ ബെഡി കിടന്നോ, ഞാൻ കൗച്ചി കിടന്നോളാം. അതെന്ത് ചായ, ഈ ബെഡ് വലുതല്ലേ? ഇത് രണ്ടുപേർക്ക് വിശാലായി കിടക്കാലോ. അതങ്ങനെയല്ല തേയ, നമുക്ക് ആദ്യം നല്ല ഫ്രണ്ട്സ് ആവാം. പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം പതിയെ ഓരോ ഘട്ടങ്ങളിലേക്ക് കടക്കാം. എല്ലാം ഇച്ചായന്റെ ഇഷ്ടം പോലെ. ഓക്കെ, എങ്കിൽ താൻ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഇച്ചായ. ജിമിൻ കൗച്ചിൻ്റെ നേരെ ചെന്ന് ബ്ലാങ്കറ്റും പില്ലോയും വെച്ചു. എന്നിട്ട് അതിൽ കിടന്നു. തേയും ബെഡിൻ്റെ ഒരറ്റത്ത് ചേർന്നു കിടന്നു. കയ്യെത്തി ലൈറ്റ് ഓഫ് ചെയ്തു. പുറത്തെ ചാറ്റൽ മഴയുടെ ശബ്ദത്തിൽ ലയിച്ച് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജെയ്മി, ദേ ഈ പ്ലേറ്റ്സ് എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചേ. ഇച്ചായന് കമ്പനിയിൽ പോവാൻ സമയായി. അതെന്താ ചേച്ചി ചേട്ടായി നേരത്തെ പോകുന്നേ? ഇനി ഒരാഴ്ചത്തേക്ക് ഇച്ചായനല്ലേ കമ്പനിയുടെ ചുമതല മുഴുവനും. പിന്നെ ഇന്ത്യയിലുള്ള ബ്രാഞ്ചിൽ എന്തോ എമർജൻസി, അതിന്റെ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ പോകണം. മോളെ, ബെഞ്ചമിനും കൂടി ഫുഡ് എടുക്ക് കേട്ടോ. അവനും ഇന്ന് കമ്പനിയിലേക്ക് ജൂണിന്റെ കൂടെ പോകുന്നുണ്ട്. അതെന്താ മമ്മി, ഇച്ചായും കൂടെ പോകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? വർഷങ്ങളുടെ സൗഹൃദത്തിന് ശേഷം MJ ഗ്രൂപ്പ്സും SA ഗ്രൂപ്പ്സും കൊളാബറേഷൻ നടത്താൻ പോകുന്നു. ന്യൂ പ്രോജക്റ്റിന്റെ പ്രിലിമിനറി ഡിസ്കഷൻ ഇന്നാണ്. ഇന്ത്യയിൽ നിന്നും ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. അതാണ് ബെഞ്ചമിൻ കൂടെ പോകുന്നത്. ആഹാ, അത് നല്ലൊരു വാർത്തയാണല്ലോ. ഏത് ഫീൽഡിലാണ് കൊളാബറേഷൻ നടത്തുന്നത്? അത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല അല്ലേ സാറാ? ആ അതെ, അതുകൂടി തീരുമാനിക്കാനാണ് ഇന്നത്തെ മീറ്റിംഗ്. ആഹാ, കെട്ടോളുമാർക്ക് രണ്ടാൾക്കും എല്ലാം അറിയാലോ. എങ്ങനെ അറിയാതിരിക്കും? കെട്ടിയോമാര് അപ്പപ്പ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കില്ലേ? അവരെല്ലാവരും അങ്ങനെ കിച്ചണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആയിരുന്നു തേയ അവിടേക്ക് വന്നത്. ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ തന്നെ ഇവിടെ ഒരു ചർച്ച? ആഹാ, മോളെ എഴുന്നേറ്റോ? കുറച്ചുകൂടി കഴിഞ്ഞ് എഴുന്നേറ്റാൽ മതിയായിരുന്നല്ലോ. അതൊക്കെ പറഞ്ഞ അവള് കേൾക്കില്ല. അവൾക്ക് ഒരു സമയമുണ്ട്. കൃത്യസമയത്ത് തന്നെ അവൾ എഴുന്നേൽക്കും. എന്തേ, ജിമിന് എഴുന്നേറ്റില്ലേ? ഏയ്, എഴുന്നേറ്റ് കാണില്ല. നല്ല ക്ഷീണം കാണും. ഛേ, ഒന്ന് പൂടി. അവള് പറഞ്ഞത് കാര്യമാക്കണ്ടതേയാ. നീ ചായ കുടിച്ചില്ലല്ലോ. ദേ ഇത് കുടിക്ക്. എന്നിട്ട് ജിമിനുള്ളത് കൂടി കൊണ്ടുപോയി കൊടുക്ക്. ശരി ചേച്ചി. തേയ അങ്ങനെ ചായ കുടിച്ചിട്ട് ജിമിന് വേണ്ടിയുള്ള ചായയുമായി റൂമിലേക്ക് പോയി. തേയ റൂമിലെത്തിയപ്പോൾ ജിമിൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുമായിരുന്നു. ഗുഡ് മോർണിംഗ് ചായ. ദേ ചായ. ആ, ഗുഡ് മോർണിംഗ്. താൻ ഇതും കൊണ്ട് മുകളിലേക്ക് വരണ്ടായിരുന്നു. ഞാൻ താഴെ വന്ന് എടുത്തേനെ. അത് സാരമില്ല ചായ. ഞാൻ ചെന്നപ്പോ ചീനി ചേച്ചി ഇതെടുത്ത് കയ്യിൽ തന്നു. താൻ നേരത്തെ എഴുന്നേൽക്കുമല്ലേ? അതെന്ത് ചായ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ എഴുന്നേറ്റപ്പോ തന്നെ കണ്ടില്ല, അതാ. കുട്ടിക്കാലം തൊട്ടുള്ള ശീല. എനിക്ക് പൊതുവെ ഒരുപാട് ഉറങ്ങുന്നത് ഇഷ്ടല്ല. ആഹാ, എനിക്ക് നേരെ തിരിച്ചാ. കമ്പനിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്ന ഞാൻ ഫ്ലാറ്റ് ആവും. മാക്സിമം ഞാൻ കിട്ടുന്ന ടൈം എല്ലാം ഉറങ്ങി തീർക്കും.
ഇനി അധിക ടൈം ഓഫീസിൽ തന്നെ ഇരിക്കരുത്. പണ്ടത്തെ പോലെ ഒറ്റത്തടിയല്ല, ആ ഓർമ്മ വേണം. ജിമിൻ തേയുടെ വാക്കുകൾ കേട്ട് അവളെ നോക്കി ഒന്ന് ചെറുതായി ചിരിച്ചു. ആ, നോക്കാം. എന്ത് നോക്കാന്ന്? എന്തായാലും ഒരു 9 മണി ആകുമ്പോ കമ്പനിയിൽ എത്തിയാ പോരെ. പിന്നെ കൃത്യം 6 മണി ആവുമ്പോ ഡ്യൂട്ടി കഴിയുകയും ചെയ്യും. കമ്പനി സി ആയ നിങ്ങളൊഴികെ ബാക്കി എല്ലാ എംപ്ലോയീസും കൃത്യസമയമാകുമ്പോ വരികയും പോവുകയും ചെയ്യും. ഇച്ചായ മാത്രം രാവിലെ പോയി രാത്രി വൈകി തിരിച്ചു വരും. അതാണ് ഈ ഉറക്കക്ഷീണം. ഇനി ഞാനുള്ള സ്ഥിതിക്ക് ടൈമിൽ വീട്ടിൽ നിന്നും കമ്പനിയിൽ പോവുക, തിരിച്ചു വരിക. കേട്ടല്ലോ? ഈ ടൈമിംഗ് ഒക്കെ എങ്ങനെ പഠിച്ചു? കഴിഞ്ഞ 5 വർഷമായി ഈ വീട്ടിൽ വന്നിരുന്ന എന്നോടാണോ ഈ ചോദ്യം? നിങ്ങളുടെ സമയനിഷ്ഠ എനിക്ക് മനപ്പാടാ. ആണോ?